കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ശരീരത്തിൽ എടുത്താൽ എക്സസ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അത് നമ്മുടെ രക്തത്തിലേക്ക് ആ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കലരുകയും ആ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ടുള്ള എക്സസ് ഗ്ലൂക്കോസിനെ ശരീരം സംഭരിക്കുകയും അത് ഫാറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യണം. അപ്പൊ എക്സസ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഒഴിവാക്കുക. ഒരു ഫുഡ് പ്ലേറ്റ് എടുക്കുമ്പോൾ 1/4 ഭാഗമാണ് കാർബോഹൈഡ്രേറ്റിന് വേണ്ടത്. ഇത് മാത്രമാണോ നമുക്കൊരു ബാലൻസ് ഡയറ്റിൽ ആവശ്യം? നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് നമുക്ക് വിറ്റാമിൻസിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സുകൾ കഴിക്കണം, അവക്കാഡോസോ അല്ലെങ്കിൽ സീഡ്സുകൾ. നട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ കഴിക്കാറുണ്ട്, കാഷ്യൂ നട്ട്സ് കഴിക്കാറുണ്ട്, ബദാം നട്ട്സ് കഴിക്കാറുണ്ട്, പിന്നെ ഇതുപോലെ തന്നെ വാൾനട്ട്സ് കഴിക്കാറുണ്ട്. ബ്രെയിൻ ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പൊ സീഡ്സുകള്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പൊ സീഡ്സ് കഴിക്കാറുണ്ട്, നമ്മുടെ ഓയിൽസ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഡയറി ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമ്മുടെ ജെല്ലുകൾക്ക് ബലം കൂടുന്നതിന് കാൽസ്യം, അതുപോലെ വിറ്റാമിൻ ഡി, ഇതൊക്കെ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഭക്ഷണം പൂർണ്ണമായും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആവുന്നത്. നമ്മുടെ ഹാഫ് ഓഫ് ദി പ്ലേറ്റ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും, 1/4 ഭാഗം പ്രോട്ടീനും, 1/4 ഭാഗം ഹോൾ ഗ്രെയിൻസും, അല്പം ഡയറിയും കുറച്ച് നട്ട്സും ഒക്കെ കഴിച്ചാൽ നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് പോലെ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. ചില ആളുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ടേബിൾ വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു വലിയ എന്താ പറയാ ഒരു ഡപ്പ ഉണ്ടാവും. ആ ഡപ്പ ഇങ്ങനെ തുറന്നിട്ട് ഓരോ ടാബ്ലറ്റുകളായിട്ട് കഴിക്കുമ്പോൾ ഒരു പക്ഷെ അവര് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കുക ടാബ്ലറ്റ് ആണ്. അപ്പോ നമുക്ക് എങ്ങനെ ടാബ്ലറ്റ് ഫ്രീ ആവാം, നമുക്ക് ടാബ്ലറ്റുകൾ എങ്ങനെ വിറവിടാം, നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം, അതിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇൻടേക്ക് കാലറീസ് ആണ്. നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഡെയിലി കാലറീസ് നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് നിങ്ങൾ 60 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ശരീരത്തിന് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു 1200 മുതൽ 1800, 20 മുതൽ 30 ഇരട്ടി 1800 കാലറീസ് ആണ് ഒരു ദിവസം ആവശ്യമുള്ളത്. അപ്പൊ 3 മീലുകളാണ് ഒരു ദിവസം കഴിക്കണമെങ്കിൽ ആ 3 മീലുകളിലൂടെ 1800 കാലറി അദ്ദേഹം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി വളരെ ഹെൽത്തി ആയിരിക്കും. ഇനി ഒരു 70 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു വ്യക്തി കഴിക്കേണ്ടത് അദ്ദേഹത്തിന്റെ 1400 മുതൽ 2100 കാലറീസ് ആണ്. ഈ 80 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾ കഴിക്കേണ്ടത് 1600 കാലറീസ് മുതൽ 2400 കാലറീസ് ആണ്. അപ്പൊ 20-30% ആണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആവശ്യമുള്ളത്. പക്ഷെ നമ്മൾ എന്താ കഴിക്കുക, കൂടുതൽ കാലറീസ് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോ നമ്മുടെ ശരീരം ഇൻടേക്ക് ചെയ്യുന്ന കാലറിയും നമ്മുടെ ശരീരം ബേൺ ചെയ്യുന്ന കാലറിയും കത്തിച്ചു കളയുന്ന കാലറിയും തമ്മിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ശരീരം ഇൻടേക്ക് ചെയ്യുന്ന കാലറി കൂടുതലും ശരീരം കത്തിക്കുന്ന കാലറി കുറവുമാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, നിങ്ങളുടെ ശരീരം വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. മറിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുന്ന കാലറി കുറവും നിങ്ങൾ ബേൺ ചെയ്യുന്ന കാലറി കൂടുതലുമാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എക്സസ് വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഗെയിൻ ചെയ്യുന്ന കാലറീസിന്റെ അളവ് വളരെ കൂടുതലാണ്. ഇതെങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ളത് ബോഡി മാസ് ഇൻഡെക്സിലൂടെയാണ്. എന്താണ് ബോഡി മാസ് ഇൻഡെക്സ്? നമ്മുടെ ഹൈറ്റും വെയിറ്റുമായി നമ്മൾ ചേർന്നിട്ട് നമ്മളെ ശരീരം ഹെൽത്തി ആണോ എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയാം. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ഇൻ കിലോഗ്രാംസ്. ഉദാഹരണത്തിന് ഞാൻ ഒരു 80 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 80 കിലോ എന്ന് പറയുന്നത് എന്റെ കിലോഗ്രാംസ് ഉള്ള വെയിറ്റ് ആണ്. എന്റെ ഹൈറ്റ് 170, 165, 170 സെന്റിമീറ്റർ ആണെങ്കിൽ 1.75 മീറ്റർ ആണ് അത് മീറ്റേഴ്സിലുള്ള എന്റെ ഹൈറ്റ്. അപ്പൊ ബോഡി വെയിറ്റിന് മീറ്റേഴ്സിലുള്ള ഹൈറ്റ് കൊണ്ട്
അതിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ BMI എന്താണെന്ന് ഗൂഗിൾ നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോ നിങ്ങളുടെ BMI എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് 18.5 താഴെയാണെങ്കിൽ അത് നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണെന്നും, നിങ്ങൾ 18.5-നും 25-ലും താഴെയാണെങ്കിൽ നിങ്ങൾ ഹെൽത്തി വെയിറ്റിലാണെന്നും, നിങ്ങൾ 25 തൊട്ട് 29-ലും 30-ലും താഴെയാണെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആണെങ്കിലും, നിങ്ങളുടെ 30-ൽ അബോവ് ആണ് നിങ്ങളുടെ BMI എങ്കിൽ നിങ്ങൾ ഒബീസ് ആണ്, നിങ്ങൾ പൊണ്ണത്തടിയുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോ നിങ്ങളുടെ വെയിറ്റും ഹൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മളുടെ BMI എന്താണ്, വെദർ യു ആർ ഇൻ ദി റൈറ്റ് വെയിറ്റ്, നമ്മുടെ ബോഡി കറക്റ്റ് വെയിറ്റിലാണോ, ഓവർ വെയിറ്റിലാണോ, ഒബീസ് ആണോ, അണ്ടർ വെയിറ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് BMI അറിയാൻ പറ്റും. ഇനി നമ്മൾ ഹൈ BMI ഉള്ള ആളുകൾക്ക്, 30+ BMI ഉള്ള ആളുകൾക്ക്, ഒബീസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 ഡയബറ്റീസ്, 2 കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങള്, 3 ഹൈ ബ്ലഡ് പ്രഷർ, 4 സ്ട്രോക്ക്. ഇപ്പൊ മലയാളികളുടെ ഒരു ജീവിത രീതി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വേൾഡിലുള്ള ആളുകളുടെ ഇപ്പോഴത്തെ ഹൈ ഒബീസ് ആയ ആളുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അവർക്ക് ഡയബറ്റീസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനും അതുപോലെ സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലാണ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി ഹെൽത്ത് ഇഷ്യൂസ്, ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്? 1 ഒബേസിറ്റി ആണ്, അമിതവണ്ണം, 2 ക്യാൻസർ ആണ്, 3 കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ്, 4 ഡയബറ്റീസ് ആണ്, 5 ഹൈപ്പർ ടെൻഷൻ ആണ്, മറ്റേത് ഹൈ കൊളസ്ട്രോൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസിലെ ഒന്നാമത്താണ് കൊളസ്ട്രോൾ എന്ന് നമുക്ക് പറയുന്നത്. എന്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? ആക്ച്വലി കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ കൊളസ്ട്രോൾ ഒരു മോശം പേരായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാം. നമ്മളൊരു ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൈ കഴുകുന്ന സമയത്ത് നമ്മുടെ കയ്യില് നല്ല രീതിയിലുള്ള എന്താ പറയാ കൊഴുപ്പ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൈ സോപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കൊഴുപ്പ് പോകാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു വാക്സി ഫാറ്റ് ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് കൊളസ്ട്രോൾ നമ്മൾ പറയാം. ഇനി നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബിൽഡിങ്ങിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് കൊളസ്ട്രോൾ എന്നത്. ഇതൊരു ബാഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. നമ്മുടെ ബോഡിയിലുള്ള ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൊളസ്ട്രോൾ. അപ്പൊ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സെല്ലുകൾക്കുള്ള ദൈനംദിന മെംബ്രൈൻസിന് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഭൂരിഭാഗം കൊളസ്ട്രോളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവർ ആണെന്നും, നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി, എഗ്സ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, ഡയറി ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ഒരു സ്മോൾ ക്വാണ്ടിറ്റിയിലൂടെയാണ് നമ്മൾ കൊളസ്ട്രോള് നമ്മുടെ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിന് വരുന്നത്. നമുക്കൊരു ലിപ്പിഡ് പ്രൊഫൈൽ, ഒരു ടെസ്റ്റ് എടുത്തുകൊണ്ട്, ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും. ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റുന്ന ക്ലോഗ്ഡ് പൈപ്സ് ആണ്. അതായത് നിങ്ങളുടെ ഗാർഡൻ ഹൗസ് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ ഗാർഡൻ ഹൗസിനകത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അതിനകത്ത് ചില സ്റ്റെയിൻസും ചില കറകളും ചില പിന്നെ കട്ടിയുള്ള ക്ലോഗിങ്ങും ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അത്തരത്തിലാണ് നമ്മുടെ ഹൃദയ ധമനിയിൽ ബാഡ് കൊളസ്ട്രോളുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്നത് ഒരു ക്ലോഗ്ഡ് പൈപ്സ് ആണ്. അപ്പൊ നമ്മുടെ സെൽഫ് മെമ്പറൈൻസിനെയും ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻസിനെയും അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ പ്രൊഡക്ഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് കൊളസ്ട്രോൾ. നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ കൊളസ്ട്രോൾ. പക്ഷെ ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. ഗുഡ് കൊളസ്ട്രോളിന് നമ്മൾ HDL എന്നും ബാഡ് കൊളസ്ട്രോളിന് നമ്മൾ LDL എന്നും പറയും. നമുക്ക് LDL നമുക്ക് കുറയും, ഗുഡ് കൊളസ്ട്രോൾ കൂടുതലും നമുക്കുള്ള വ്യക്തികൾക്ക് പൂർണ്ണ ആരോഗ്യമാണ്. മറിച്ച് ബാഡ് കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാൽ അയാൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. ആ ഘട്ടമാണ് ഹൈപ്പർ ടെൻഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ഗാർഡൻ ഹോസ് എടുത്താൽ ആ ഗാർഡൻ ഹോസിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഗാർഡൻ ഹോസിന്റെ ഏതെങ്കിലും ഭാഗത്തൊന്ന് ചവിട്ടി പിടിച്ചാൽ നമുക്കറിയാം ആ ഗാർഡൻ ഹോസിൽ ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്നത് മാതിരി നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് രക്തധമനികൾ ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഹൃദയത്തിന് കൂടുതൽ ശക്തി എടുത്തുകൊണ്ട് ബ്ലഡ് പമ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഉദാഹരണമായി ഒരു 2 നില ഹൈറ്റിൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മോട്ടറാണ് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ഉയരത്തിൽ പമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പൈപ്പുകളിൽ ബ്ലോക്ക് ഉണ്ടായി ക്ലോഗിങ് ഉണ്ടായി കഴിഞ്ഞാൽ ആ മോട്ടർ ആ 2 നില ഹൈറ്റ്
ബി പി തുടങ്ങുക. ഇനി നമുക്ക് ബി പി നമുക്കറിയാം, നമ്മളെല്ലാവരും ജീവിതത്തിൽ ബി പി ചെക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം രണ്ട് രീതിയിലാണ് നോർമൽ ബി പി, അതിന് സിസ്റ്റോളിക്, നമ്മുടെ ടോപ്പിലെ ബി പി സിസ്റ്റോളിക് ബി പി എന്നും നമ്മുടെ പ്രഷർ, നമ്മുടെ ഹാർട്ട് ബീറ്റ് അനുസരിച്ച് ഉള്ള നമ്മുടെ പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്നും, നമ്മള് ഡയസ്റ്റോളിക് ബോട്ടം പ്രഷറിന് ഡയസ്റ്റോളിക് എന്ന് പറയും. നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഹാർട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബീച്ചിനിടയ്ക്കുള്ള പ്രഷറിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് എന്ന് പറയുക. നോർമൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 120/80 ആണ് നമ്മുടെ നോർമൽ ബി പി റേഞ്ച് വരിക. 120 to 130 വരെ വരുമ്പോൾ എലിവേറ്റഡ് ബി പി എന്നും, അതിന് എബോവ് വന്ന ഹൈപ്പർ ടെൻഷനാണ്. അപ്പൊ ഇന്ന് നമ്മൾ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നങ്ങളില് നമ്മുടെ ഒബസിറ്റിയുമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ബി പി. ആ ബി പിയെ നമ്മൾ മാനേജ് ചെയ്യണം. നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈല്, നമ്മുടെ ജീവിതശൈലിയുമായി കണക്ട് ചെയ്ത് നമ്മള് നമ്മൾ ഡേ ടു ഡേ ലൈഫ് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരവുമായി കണക്ട് ചെയ്ത്, നമ്മൾ കഴിക്കുന്ന മായം കയറുന്ന ഭക്ഷണവുമായി കണക്ട് ചെയ്ത്, നമുക്ക് പല രീതിയിലുള്ള ലാക്ക് ഓഫ് എക്സർസൈസ്, ജീവിത സാഹചര്യങ്ങളുമായി കണക്ട് ചെയ്ത്, ലൈഫ് സ്റ്റൈലുമായി കണക്ട് ചെയ്ത് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ജീവിത ശൈലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയബറ്റീസ് ആണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും ഷുഗറും ഗ്ലൂക്കോസും ഒക്കെ നിങ്ങളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഗ്ലൂക്കോസ് ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബ്ലഡ് ഷുഗർ നമ്മുടെ ബ്ലഡിൽ കൂടുന്ന സമയത്ത് നമ്മളെ പാൻക്രിയാസ് സിഗ്നൽ ചെയ്യുകയും ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ റിലീസ് ചെയ്യും. ആ ഇൻസുലിൻ ആണ് നിങ്ങളുടെ കോശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യാനുള്ള താക്കോലായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ, ശരീരത്തിലുള്ള പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലക്കുന്ന ഒരവസരത്തില് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായി ഇല്ലാത്തൊരവസ്ഥയെ ടൈപ്പ് 1 എന്നും, ഭാഗികമായി ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള കണക്കിൽ ടൈപ്പ് 2 ഡയബറ്റിക് എന്നും, ജന്മന പ്രസവ സംബന്ധമായ സമയത്ത് ഉണ്ടാവുന്ന ഡയബറ്റിക്കിനെ ജെൻസ്ട്രേഷണൽ ഡയബറ്റിക്കും എന്ന് നമ്മൾ പറയും. അപ്പൊ 3 ടൈപ്പ് ഡയബറ്റിക് ആണുള്ളത്. ടൈപ്പ് 1 ഡയബറ്റിക് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാത്തത്, ടൈപ്പ് 2 എന്ന് പറയുന്നത് ഭാഗികമായ പ്രൊഡക്ഷൻ ഉള്ളത്, മൂന്നാമത്തത് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഡയബറ്റിക് ആണ്. ഒരു HbA1c 3 മാസത്തെ ബ്ലഡ് ഷുഗറിന്റെ ആവറേജ് ടെസ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 5.7 നോർമൽ ആണ്. 5 to 6.5 താഴെയാണെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജും 6.5 മേലെയാണെങ്കിൽ ഒരു വ്യക്തി ഡയബറ്റിക് ആണെന്ന് മനസ്സിലാവും. ഇനി ഇത്തരത്തിൽ നമ്മുടെ ഹെൽത്തിനെ കൺട്രോൾ ചെയ്യുന്നതിൽ രണ്ടാമത്തത് ഒന്ന് ബാലൻസ്ഡ് ഡയറ്റ് ആണെങ്കിൽ, രണ്ടാമത്തെ നമ്മുടെ ഹെൽത്തിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സർസൈസ് ആണ്. അപ്പോ നമുക്ക് എക്സർസൈസ്, നമുക്ക് അറിവ് വേണം, തിരിച്ചറിവ് വേണം. അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വലിയ പെർഫോമൻസ് ലീഡറുമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമ്മൾ 1 മണിക്കൂർ നമ്മുടെ എക്സർസൈസിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. കാരണം ഒരു സ്റ്റേജിൽ നിങ്ങൾ ഒരു അച്ചീവറായിട്ട് മാറിക്കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ആരോഗ്യം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്നതെല്ലാം ഹോസ്പിറ്റലിൽ കൊടുക്കാനുണ്ടാവുള്ളൂ. അപ്പോ എക്സർസൈസ് നമ്മളുടെ ബോൺസിനെ ശക്തിപ്പെടുത്തും, മസിൽസിനെ ശക്തിപ്പെടുത്തും, കറക്റ്റായിട്ടുള്ള വെയിറ്റിനെ കറക്റ്റ് ആക്കും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഫാറ്റിനെ കുറക്കും, നമ്മളുടെ ബ്ലഡ് പ്രഷറിനെ നോർമലൈസ് ചെയ്യും, ശരീരത്തിൽ നീര്, വീക്കം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ എക്സർസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്ട്രെസ് റിലീസിങ് ആണ് നമുക്ക് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതും എക്സർസൈസിലൂടെയാണ്. നമ്മുടെ സ്കിന്നിന്റെയും മൂഡിന്റെയും ഒക്കെ അതിൽ നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ പറ്റുന്നത് റെഗുലർ എക്സർസൈസിലാണ്. അപ്പോ എക്സർസൈസിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റണം. സക്സസ്ഫുൾ ആയ എല്ലാ ലീഡേഴ്സും അവർ എക്സർസൈസ് ചെയ്യുന്ന വ്യക്തികളാണ്. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം നടക്കുക, നമ്മുടെ ശരീരത്തിൽ കാലുകളുണ്ട്, നമുക്ക് നടക്കുക. അപ്പൊ ഒരു 7000 സ്റ്റെപ്സ്, ഒരു 7000 സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒരു 30 to 40 മിനിറ്റ്സ് വാക്കിംഗ് നമുക്കൊരു 5 ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നടക്കണം. നമ്മൾ ഇന്ന് പലപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റീസും മൂവ്മെന്റ്സും വളരെ കുറവാണ്. നമ്മൾ നേരെ പോയിട്ട് ഇറങ്ങിയ വാഹനത്തിലേക്ക് ഒരു ബൈക്കോ കാറിലൊക്കെ നടക്കുക എന്നുള്ളൊരു പ്രോസസ്സിൽ നമുക്ക് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ ശരീരത്തിൽ കൃത്യമായുള്ള എക്സസൈസുകൾ ഒന്ന് വാക്കിംഗ് ആണെങ്കിൽ, രണ്ടാമത്തത് എയറോബിക് എക്സസൈസുകളാണ്. സുംബയോ ജോഗിങ്ങോ റണ്ണിങ്ങോ ലിഫ്റ്റിംഗ് വെയിറ്റ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ എയറോബിക് എക്സസൈസിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗയോ അല്ലെങ്കിൽ പ്രാണായാമോ ഒക്കെ അത്തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.
എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ യോഗയിലൂടെ നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം നല്ല രീതിയിൽ റിജ്യൂനേറ്റ് ചെയ്യാനായിട്ട് യോഗ നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു മെന്റൽ പീസ് കിട്ടാനായിട്ട് യോഗ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ യോഗ വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് സ്ട്രെച്ചസ് ചെയ്തുകൊണ്ട് നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി ഹാർട്ടിന് ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും നല്ല എക്സസൈസുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒന്ന് സൈക്ലിംഗ് ആണ്, രണ്ടാമത്തെ സ്വിമ്മിംഗ് ആണ്. സൈക്ലിംഗ് ചെയ്യുമ്പോഴും സ്വിമ്മിംഗ് ചെയ്യുമ്പോഴും ഓവറായിട്ട് നിങ്ങളുടെ ഹാർട്ടിന് പമ്പ് ചെയ്യില്ല. ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടിന് വേണ്ടി ഓട് കൊടുക്കുക. നിങ്ങളുടെ ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും നല്ല എക്സസൈസുകൾ ഒന്ന് സൈക്ലിംഗ് പമ്പ്. അപ്പൊ നമുക്ക് വേണ്ടി പറ്റുന്ന തരത്തിൽ ഫിസിക്കൽ എക്സസൈസുകൾ ചൂസ് ചെയ്യുകയും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഒരു കാര്യം 21 ദിവസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവും, 90 ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ശീലമാവും. അതുകൊണ്ട് നമുക്ക് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം? നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആദ്യം കുടിക്കേണ്ടത് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആണ്. ഒരു 2-3 ഗ്ലാസ് മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിച്ചുകൊണ്ട് നമ്മുടെ ദിവസം ആരംഭിക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ കൂടുതൽ ഭക്ഷണത്തിൽ നമുക്ക് കൂടുതൽ ഷുഗറും ഓയിലും സാൾട്ടും ഫാറ്റ്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഉപയോഗത്തെ കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാം. അതുപോലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കില് ഒരു 30 ml അൾട്രാബെറി ജ്യൂസ് കഴിച്ചുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു ദിവസം ആരംഭിക്കാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റിൽ വേണ്ടത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് അൾട്രാബെറി ഉള്ളത്. അൾട്രാബെറി ഒരു 30 ml കഴിച്ചാൽ അത് ഹയസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട ഫ്രീ റാഡിക്കൽസ് ഒന്ന് സപ്ലൈ ചെയ്യും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ട് ശരീരത്തിന് കിട്ടേണ്ടതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അൾട്രാബെറി ജ്യൂസ് ഒരു 30 ml കഴിക്കുക. അല്ലെങ്കിൽ രാവിലെ ഒരു 15 ml, വൈകിട്ട് ഒരു 15 ml കഴിച്ചുകൊണ്ട് നമുക്ക് അതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളത് വളരെ ചൂസിയാണ്. നമ്മുടെ പ്ലേറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ കഴിക്കുന്നതിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ 11ഓളം സിസ്റ്റംസ് ഉണ്ടെന്നും ആ 11ഓളം സിസ്റ്റംസില് നെർവസ് സിസ്റ്റം ഉണ്ട്, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, നമ്മുടെ പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, നിരവധി സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ ഓരോ സിസ്റ്റത്തിനെയും പ്രോപ്പറായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി 40ലധികം ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള മോർ പവർ, അതിന് 2 ഗ്രാം ഒരു ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യാൻ പറ്റിയാൽ ഓട്ടോമാറ്റിക് നമുക്ക് വേണ്ട ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് വേൾഡിലെ വെൽനസ് സപ്ലിമെന്റ് ആണ്. നമുക്ക് ബാലൻസ്ഡ് ഡയറ്റില് നമ്മളുടെ ആഹാരത്തിന്, സമീകൃത ആഹാരത്തിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു ഒരു ഹെൽപ്ഫുൾ ആണ് ഈ പറയുന്ന മോർ പവർ എന്ന് പറയുന്നത്. അപ്പൊ വെൽനസ് പ്രൊഡക്റ്റ് ആണ് മോർ പവർ. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു 2 ഗ്രാം മോർ പവർ ഒരു ദിവസം കഴിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും. നമ്മൾ എന്ത് കഴിക്കുന്നത് സെക്കൻഡറി ആണ്. പിന്നെ നല്ല ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുംബ, യോഗ, വർക്കൗട്ട് 1 മണിക്കൂർ നമ്മൾ മാറ്റിവെച്ചാൽ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ, ഫിസിക്കൽ ഹെൽത്തിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ടീസ് ഒക്കെ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷുഗർ ഒഴിവാക്കിക്കൊണ്ട് കഴിച്ചാൽ, ഷുഗർ വൈറ്റ് പോയിസൺ ആണ്, ഷുഗർ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കഴിച്ച് ശീലിച്ചാൽ അത് നമ്മുടെ ബോഡിയിലെ ഹെൽത്തിന്, ആരോഗ്യത്തിന് കൂടുതൽ നല്ലതാണ്. ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുമ്പോഴും അതുപോലെ മറ്റു ഷേക്സ് കഴിക്കുമ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഷുഗർ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ആരോഗ്യദായകമാണ്. ഇനി ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സും ഫ്രൂട്ട്സും കഴിക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് അവഗണിക്കുക, സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അവഗണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മളെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സ്ക്രീൻ ടൈം എന്ന് പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം മൊബൈൽ ഫോണിലും ടാബ്ലറ്റ്സിലുമാണ് ചെലവഴിക്കുന്നത്. കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പും 1 മണിക്കൂർ മറ്റുള്ള കാര്യങ്ങൾക്ക് മുമ്പ് ഫോൺ അവോയ്ഡ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അപ്പോ അതുപോലെ നമുക്കറിയാം ഗീയുടെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പല പ്രോഗ്രാമുകളിലും കേൾക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഗീ, ഒരു ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ അല്ല, ഒരു 1-2 ടീസ്പൂൺ ഗീ കഴിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മാസ്റ്റർ ഡൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ. അതിൽ നമ്മുടെ റിസ്റ്റ് ബാൻഡ് ആയിക്കോട്ടെ, നമ്മുടെ ഡേ ടൈമിൽ നമുക്ക് വേണ്ട എനർജി നമുക്ക് തരാൻ റിസ്റ്റ് ബാൻഡ് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെയും ഓക്സിജൻ ലെവലും കറക്റ്റ് ആക്കാൻ റിസ്റ്റ് ബാൻഡ് ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റേഡിയേഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ റിസ്റ്റ് ബാൻഡ് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ബയോ ഇലക്ട്രിസിറ്റിനെ കറക്റ്റ് ചെയ്യാൻ റിസ്റ്റ് ബാൻഡ് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഡേ ടൈമിൽ മാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുക.
വാട്ടർ എനർജി പാഡ് പിന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി വാട്ടർ എനർജി പാഡ് ഉപയോഗിക്കുക, മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഉറക്കം എപ്പോഴും ഗംഭീരമാക്കുന്നതിന് വേണ്ടി മാഗ്നറ്റിക് മാട്രസും പില്ലോ ഉപയോഗിക്കുക. മാഗ്നറ്റിക് ഹീലിംഗിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുകയാണ്. അപ്പോ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ആരോഗ്യത്തിൽ ഇരിക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. ഈ വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവറിത്തിങ് ഈസ് ലോസ്റ്റ്. നമ്മുടെ സ്വഭാവം നഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹെൽത്ത് ആണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹെൽത്ത് ആണ്. ഇനി അതോടൊപ്പം തന്നെ ഒരാൾ ഹെൽത്തി ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരാൾ ഹെൽത്തി ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഹെൽത്തി വെയിറ്റിലാണ്, അയാൾ കഴിക്കുന്നത് ബാലൻസ്ഡ് ഡയറ്റ് ആണ്, അയാൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, അയാൾ ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവ് ആണ്, അയാൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ വളരെ തന്മയത്തോടുകൂടി റിലാക്സ് ആൻഡ് കാം ആയിട്ടാണ് അയാൾ നേരിടുന്നത്. അയാളുടെ ഷുഗർ ഇൻടേക്ക് ഡ്രിങ്ക്സുകൾ അയാളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. അയാൾ സ്മോക്ക് ചെയ്യുന്നില്ല, ആൽക്കഹോൾ ഉപയോഗിക്കുന്നില്ല. അയാൾക്കൊരു ഗുഡ് ലൈഫ് ബാലൻസ് ഉണ്ടെങ്കിൽ അയാൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റും. സോ നിങ്ങൾക്കും ഹെൽത്തി ആയിട്ടിരിക്കാം. ഞാൻ ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി അടുത്താണ് കോസ് ഓഫ് സ്ട്രെസ്. ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന അടുത്ത പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം സ്ട്രെസ് എന്ന് പറയാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും ചിന്തിക്കാം, അല്ലെ? നമ്മൾ അണ്ടർ ഭയങ്കരമായ ഒരു പ്രഷറിൽ ഉണ്ടാവുക, നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായ എന്താ പറയുക ചലഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് കൂടുക, നമുക്ക് ഫിനാൻഷ്യൽ ബേർഡൻസ് ഉണ്ടാവുന്ന സമയത്ത് സ്ട്രെസ് കൂടുക, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സ്ട്രെസ് കൂടുക, ലൈഫിൽ അൺസർട്ടനിറ്റി ഉണ്ടാവുന്ന സമയത്ത് സ്ട്രെസ് കൂടുക, നമ്മളുടെ എന്തൊരു സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് യാതൊരു കൺട്രോൾ ഇല്ലാത്ത സമയത്ത് സ്ട്രെസ് കൂടുക. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു നെഗറ്റീവ് ഫോം ആയിട്ടാണ് നമുക്ക് കഴിയും. സ്ട്രെസ് ശരിക്കും പോസിറ്റീവ് സ്ട്രെസ്സും ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ്സും ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ത്രെഡ്സിനെയും അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസത്തിനെയും ഒക്കെയാണ് നമുക്ക് സ്ട്രെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? പോസിറ്റീവായ സ്ട്രെസ് എന്ന് പറഞ്ഞ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം ചില പ്രതിപ്രവർത്തനങ്ങൾ ചെയ്യും. ഉദാഹരണമായിട്ട് പെട്ടെന്ന് ഒരു പേപ്പട്ടി അവിടെ നിന്ന് കടിക്കാൻ വരികയാണ്, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാവും, നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഒരു മതയാനം കുത്താൻ വരികയാണ്, നമ്മൾ അവിടെ നിന്ന് ഓടി ഒത്തി വരും. നമ്മുടെ ടൈഗർ നമ്മുടെ മുമ്പിൽ വരികയാണ്, നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഒരു പാമ്പ് നമ്മൾ അറ്റാക്ക് ചെയ്യണം, നമ്മൾ ഓടി രക്ഷപ്പെടും. പെട്ടെന്ന് ഒരു കനലിന്റെ മുമ്പിലേക്ക് നമ്മൾ കണ്ടു, പെട്ടെന്ന് ഒരു തീക്കനലാണെന്ന് കണ്ടു, നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തെന്നി മാറും. ഇതാണ് റിഫ്ലെക്സ് ആക്ഷൻ. ഏറ്റവും കൂടുതൽ റിഫ്ലെക്സ് ഉള്ള ഒരു ജീവിയാണ് പൂച്ചകൾ എന്നുള്ളത്. പാമ്പുകൾ പൂച്ചയെ കൊത്താൻ ശ്രമിക്കുന്നത് പൂച്ച പെട്ടെന്ന് തെന്നി മാറും. കാരണം പാമ്പുകളേക്കാൾ കൂടുതൽ റിഫ്ലെക്സ് ആണ് പൂച്ചകൾക്കുള്ളത്. അപ്പോ നമ്മുടെ ശരീരത്തില് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സ്ട്രെസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങളെ ഡിഫൻസ് മെക്കാനിസത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. സ്ട്രെസ് ഉണ്ടാവുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടും. എന്തൊക്കെയാണ് സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത്? ഒന്ന് അഡ്രിനാലിനാണെങ്കിൽ 2 കോർട്ടിസോൾ ആണ്. ഈ രണ്ടും സ്ട്രെസ് ഹോർമോൺസ് ആണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യും. നമ്മുടെ പിന്നെ ലിവർ, നമ്മുടെ ശരീരത്തിൽ ഒരു ഗ്രന്ഥികളുണ്ട്, ആ ഗ്രന്ഥികളിലൂടെ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടും. നമ്മൾ ആ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് പ്രഷറിന്റെ അളവ് കൂടും, ഷുഗറിന്റെ ലെവൽ കൂടും, മറ്റുള്ള പാരാമീറ്റേഴ്സുകൾ കൂടും. ശരീരം മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്യും, ബോഡി ഗ്രോത്തിനെ സസ്പെൻഡ് ചെയ്യും, ഡൈജസ്റ്റിനെ സസ്പെൻഡ് ചെയ്യും. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ പൂർണ്ണമായും നമ്മുടെ ശരീരം ഫോക്കസ് കൊടുക്കുന്നത് നമ്മൾ നേരിടാൻ പോകുന്ന ആ പ്രശ്നത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണ മൈൻഡും ശരീരവും ഒക്കെ അതിന് വേണ്ടി തയ്യാറാവും. സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമുക്ക് പോസിറ്റീവ് സ്ട്രെസ് ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ് ഉണ്ട്. പക്ഷെ അമിതമായ ഉത്കണ്ഠ, അമിതമായ ആൻസൈറ്റി നമ്മുടെ ശരീരത്തില് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പല പാരാമീറ്റേഴ്സ്, അതിൽ ഡയബറ്റിക് ഉണ്ട്, ഹൈ പ്രഷർ ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു മാനസികാവസ്ഥ അത് നെഗറ്റീവ് സ്ട്രെസ് ആണ്. അത്തരത്തിൽ അമിതമായി നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്താൽ
ആ ഹോർമോൺസ് നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചേർന്ന്. സ്ട്രെസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു ഗുഡ് ഹെൽത്ത് ഈ ബയോട്ടോറിയത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും? നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് നമുക്ക് വെൽനസ്, നമുക്ക് നമ്മുടെ ആരോഗ്യം തരുന്നത് ഈ ബയോട്ടോറിയത്തിലൂടെ നമുക്ക് തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ. അപ്പോ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിന്റെ അളവ്, ടോക്സിൻസ് എന്ന് പറഞ്ഞ സെല്ലുലാർ മെമ്മറീസ് ആണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസിന്റെ അളവ് ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് വേണ്ടി റെഗുലർ ആയിട്ട് മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ ശരീരത്തിൽ ടോക്സിൻ പോകും. അതുപോലെ തന്നെ ഒരു 20-30 ml അൾട്രാബെറി നമുക്ക് കുടിച്ചുകൊണ്ട് ആന്റി ഓക്സിഡന്റ് സപ്ലൈ കൊടുത്തുകൊണ്ട് നമ്മുടെ സെൽ ഡാമേജസ് കുറയ്ക്കുന്നതിനും നമുക്ക് ഈ നമ്മുടെ ബയോമാഗ്നറ്റിക് ഈ ബയോട്ടോറിയത്തിന്റെ അൾട്രാബെറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മോർമോൺ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിനെ കൃത്യമായി 11ഓളം സിസ്റ്റത്തിനെ റിജുനേറ്റ് ചെയ്യാനും പെർഫെക്റ്റ് ആയി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നീർ നമുക്കറിയാം, അതിന്റെ ഗുണങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു 1-2 ടീസ്പൂൺ നീർ കഴിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള മോഷൻ ഉണ്ടാവും, ബ്രെയിൻ ഹെൽത്ത് ഉണ്ടാവും, മൂഡ് ഉണ്ടാവും, വിറ്റാമിൻസ് ഉണ്ടാവും. അപ്പൊ കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും ഈ ബയോട്ടോറിയത്തിലൂടെ. മാഗ്നറ്റിക് ബ്രേസ് ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് റേഡിയേഷനിൽ നിന്നും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ, ഓക്സിഡേറ്റഡ് ബ്ലഡിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ബയോമാഗ്നറ്റിക് വാട്ടർ പില്ല് ഉപയോഗിച്ചുകൊണ്ട് സർക്കുലേറ്ററി സിസ്റ്റം, ഓക്സിജൻ ലെവലിനെയും മാഗ്നറ്റ് ഹീൽ ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മന്ത്ര എന്ന് പറയുന്നത് വെൽനെസ് ആണ്. എന്താണ് വെൽനെസ്? ഇൽനെസിന്റെ ഓപ്പോസിറ്റ് ആണ് വെൽനെസ് എന്ന് പറയാം. അപ്പോ നമ്മുടെ ശരീരത്തിന് എന്തുകൊണ്ടാണ് വെൽനെസ് വളരെ അത്യാവശ്യമാണ് എന്ന് പറയാൻ, നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ കൂടുതലും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്ന് പല മോഡേൺ ഹൗസിന് അടുക്കളകൾ ഇല്ലാതാവുന്നു. അതോടൊപ്പം തന്നെ മായം ചെയ്ത ഭക്ഷണങ്ങളാണ് പലപ്പോഴും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴിക്കുന്ന ഭൂരിഭാഗം, നമ്മൾ കഴിക്കുന്ന അരി ആയാലും പച്ചക്കറി ആയാലും പലതും വിഷാംശം കലർന്നതാണ്. അപ്പോ മായം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ കഴിക്കുന്ന ഓയില്, കോക്കനട്ട് ഓയിൽ ഇല്ലാത്ത ഒരു സാധനം കോക്കനട്ട് ഓയിൽ ആയിരിക്കും, അല്ലെ? കോക്കനട്ടിന്റെ അംശം ഉണ്ടാവില്ല. സൺഫ്ലവർ ഓയിൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതില് സൺഫ്ലവർ സീഡ് 8 കിലോ സൺഫ്ലവർ സീഡ് എടുക്കുമ്പോഴാണ് 1 കിലോ സൺഫ്ലവർ ഓയിൽ ആവുക. പക്ഷെ 8 കിലോ സീഡിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന സൺഫ്ലവർ ഓയിലിൽ നിന്നും സൺഫ്ലവറിന്റെ അംശം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും അവകാശം ഉണ്ടാകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് കിട്ടുന്ന ഓയിൽസ് ആയാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയാലും ഒക്കെ നമുക്കറിയാം ഒരുപാട് മായം കലർന്നിട്ടുള്ളതാണ്. നമ്മുടെ ജീവിത ശൈലിയില് നമ്മൾ എക്സർസൈസിൽ നിന്നും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിന്നും വളരെ കുറവാണ് ഇന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെയധികം വീക്കാണ്. ഒരു വൈറസ് വന്ന സമയത്ത് നമ്മുടെ പ്രതിരോധ ശേഷി എത്രത്തോളം കുറഞ്ഞു എന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ സ്ട്രെസ്, നമ്മളുടെ ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജങ്ക് ഫുഡ്സും സിന്തറ്റിക് ഡ്രഗ്സും അൺഹെൽത്തി ലൈഫ് സ്റ്റൈലും പൊല്യൂട്ടഡ് എൻവയോൺമെന്റ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ന് വെൽനസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ വെൽനസ് കഴിക്കണം? നമ്മുടെ ചുറ്റുപാടുകൾ മാറി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, നമ്മുടെ എൻവിറോൺമെന്റ് മാറി, നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ കഴിക്കുന്ന ആഹാരവും ശുദ്ധമല്ല. അതുപോലെ തന്നെ നമ്മുടെ എയറിന്റെ ക്വാളിറ്റി മാറി, അമിതമായ വാഹനപ്പെരുപ്പം, ഇന്ന് അന്തരീക്ഷത്തിലുള്ള ക്വാളിറ്റി ഓഫ് എയർ മാറി, നമ്മൾ കഴിക്കുന്ന മരുന്നുകളിലൂടെയുള്ള സൈഡ് എഫക്ട്സുകൾ കൊണ്ട് നമുക്ക് ഇന്ന് വെൽനസ് കഴിക്കേണ്ടത് ആവശ്യമാണ്. ജങ്ക് ഫുഡ്സുകൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറിയത് കൊണ്ട് ഇന്ന് വെൽനസ് ആവശ്യമാണ്. സ്ട്രെസ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരിടുന്ന, നേരത്തെ സൂചിപ്പിച്ച സ്ട്രെസ്, അഡ്രിനാലിനും കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസുകൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൽ നിന്നും മുക്തി നേടുന്നതിന് വെൽനസ് സപ്ലിമെന്റ്സ് ആവശ്യമാണ്. ആഫ്റ്റർ ഓൾ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വെൽനസ് ആവശ്യമാണ്. ലാസ്റ്റ് പാർട്ട് ഈസ് ഹാപ്പിനെസ്. നമ്മളറിയാം ഈ ബയോട്ടോറിയം മുന്നോട്ട് വെക്കുന്ന 3 ഘടകങ്ങളിൽ ആദ്യം ഹെൽത്ത് ആയിരുന്നെങ്കിൽ രണ്ടാമത്തത് വെൽത്ത് ആണ്, മൂന്നാമത്തത് അത് എൻജോയ് ചെയ്യാനുള്ള മാനസികാവസ്ഥ, ഹാപ്പിനെസ്. ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറയും. നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഹാപ്പി ആണോ? ആർ യു ഹാപ്പി? നമ്മൾ എന്നും നമ്മളോട് ചോദിക്കുന്നുണ്ട്, ആർ വി ബ്ലെസ്ഡ്, ആർ വി ഹാപ്പി? നമുക്കുള്ളതിലെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. എല്ലാം നമുക്ക് എന്തുണ്ടാവണം?
ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. സോ ആർ വി ഹാപ്പി റിയലി? ആർ വി ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്? അപ്പൊ നമുക്ക് സത്യത്തിൽ നമ്മൾ ഹാപ്പി അല്ലേ? നമ്മൾ സത്യത്തിൽ അനുഗ്രഹീതല്ലേ? നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഓർക്കണം. കാരണം ഒരിക്കലും ആളുകളെ വെറുക്കരുത്. നമ്മൾ വെറുത്തിട്ട് ഒരു കാര്യം നമുക്ക് നേടാനില്ല. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. നമ്മൾ ഇന്നൊരു ദിവസം നമ്മളെല്ലാം ലക്കിയാണ്. ഗോൾഡൻ ബെൽ ഓപ്പണിംഗ് സെയിലിൽ MC പറഞ്ഞു, ഇന്ന് നമ്മൾ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മൾ ഈ സൂമിൽ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഉണരാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകളുമായി വെറുക്കരുത്. ലൈഫ് ഈസ് ടു ഷോർട്ട് വേസ്റ്റിംഗ് ടൈം ഓൺ ഹേറ്റിംഗ് അതേഴ്സ്. നമുക്ക് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വെറുക്കുകളിൽ നമ്മൾ മാറ്റി വെക്കാം. 2, നെവർ എവർ കമ്പയർ അവേഴ്സ് വിത്ത് അവർസെൽഫ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. കുട്ടികളെ തമ്മിൽ അപ്പോഴും കമ്പയർ ചെയ്യുക, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കമ്പയർ ചെയ്യുക, നമ്മളെ തന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക. അപ്പൊ നെവർ എവർ കമ്പാരിസൺ പാടില്ല. കാരണം നമ്മൾ എല്ലാവരും യുണീക്കായ വ്യക്തിയാണ്. ഈ ലോകത്തെ സകല ചരാചരങ്ങളും സകല സസ്യങ്ങളും സകല ജന്തുക്കളും സകല ഈ ലോകത്തെ ജീവനുള്ളതും ജീവനുള്ള എല്ലാ വസ്തുക്കളും യുണീക്കാണ്. ഒരു മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് എടുത്താൽ അത് ലോകത്തുള്ള 100-800 കോടി ജനങ്ങളുടെയും വ്യത്യസ്തരാണ്. ഐബ്രോസ് വ്യത്യസ്തരാണ്. അതുകൊണ്ട് നമ്മളെല്ലാം വ്യത്യസ്തരായ വ്യക്തിയാണെന്നും ഓരോരുത്തരെയും ആ വ്യത്യസ്തമായ വ്യക്തികളെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ നിങ്ങൾ പുറത്തെടുക്കുക. നിങ്ങൾ 2026 നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ പുറത്തെടുക്കാനുള്ള വർഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ പുറത്തെടുക്കുക. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നലകളെ ഇന്നുമായാണ്. ലോകത്തെ നമ്പർ 1 പോൾ വാൾട്ട് ചാമ്പ്യനായ സെർജി ബുക്ക എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. പിന്നെ പോൾ വാൾട്ടില് സ്വന്തം റെക്കോർഡ് 21 തവണ തിരുത്തി എഴുതിയ വ്യക്തിയാണ്. ബെസ്റ്റ് ഹൈറ്റ് സ്വന്തം റെക്കോർഡ് 1-2 തവണ അല്ല, 20-ലധികം തവണ തിരുത്തി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സക്സസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇന്നലകളെ ഇന്നുമായി കമ്പയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരോട് കമ്പയർ ഇരിക്കരുത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. 3ാമത്തെ ഹാപ്പിനെസിന്റെ റൂളാണ് ഡു നോട്ട് വറി. കാരണം വൈഫ് എന്നുള്ളതിന്റെ ഫുട്ബോളിലെ ഒരു മഹാവ്യക്തി പറഞ്ഞാണ്, എന്താ വൈഫ് എന്ന് പറഞ്ഞാൽ വറി ഈസ് ഇൻവൈറ്റഡ് ഫോർ എവർ. ജീവിതത്തിൽ വറി എപ്പോഴും നമുക്കൊരു പ്രശ്നമാണ്. അപ്പോ അതുകൊണ്ട് ജീവിതത്തിൽ വറി ചെയ്തുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് സ്റ്റോപ്പ് വറിയിങ്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾ വറീസിൽ നിങ്ങൾ വിട്ടുമാറുമ്പോൾ നിങ്ങളൊരു പുതിയ ദിവസമാണ്. അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് സ്വന്തം അറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ഹാപ്പിനെസിനെ തകർക്കും എന്നുള്ളതാണ്. ഇനി ഹാപ്പിനെസ് നമുക്ക് തരുന്നത് എന്താണ്? നേരത്തെ ചോദിച്ചു, നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺസുകൾ ഉത്പാദിപ്പിക്കുന്നു. അതിനെ സ്ട്രെസ് ഹോർമോൺസ് എന്ന് വിളിക്കുന്നു. അതിലൊന്ന് അഡ്രിനാലിനാണെങ്കിൽ 2 കോർട്ടിസോൾ ആണ്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചുകൊണ്ട് നമ്മുടെ BP ഹൈപ്പർ ടെൻഷൻ കൂട്ടുന്നു. അതോടൊപ്പം നമ്മുടെ ഷുഗർ ലെവൽസ് കൂട്ടുന്നു. നമ്മുടെ പൂർണ്ണമായും നമ്മൾ ആ സ്ട്രെസ്സിനെ നേരിടുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുമെങ്കിൽ ഒരു മനുഷ്യന്റെ ഹാപ്പിനെസ് ഒരു മനുഷ്യന് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസുകളാണ്. അതിന് ഡോസ് എന്നുള്ള ചുരുക്ക പേരിലാണ് നമ്മൾ വിളിക്കുക. ഡോസ് എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ. ഡോപ്പമിൻ. നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ അതിന് റിവാർഡ് കെമിക്കൽ എന്ന് പറയാം. അപ്പൊ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും നേടുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, പാട്ട് പാടുന്ന സമയത്ത്, നമ്മുടെ ശരീരത്തില് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഹോബീസിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയത്തൊക്കെ, ഇഷ്ടപ്പെട്ട ആളുകളുമായി ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉത്പാദിപ്പിക്കും. ആ ഡോപ്പമിന്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. സയന്റിഫിക്കലി നമ്മൾ ഹാപ്പി ആവുന്നത് ഒന്നി ഡോപ്പമിൻ കൂടുമ്പോഴാണ്. 2ാമത്തെ എന്താണ്? ഓക്സിറ്റോസിൻ ആണ്. ഇതിനെ ലവ് ഹോർമോൺസ് എന്നാണ് വിളിക്കുക. നമ്മൾ ആളുകളുമായി സമ്പർക്കം പുറത്തുന്ന സമയത്ത്, ആളുകളുമായി ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത്, കാരണം നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. അതാണ് ഹാപ്പി ഹോർമോൺസിലെ 2ാമത്തത് ലവ് ഹോർമോൺസ് എന്നാണ് ഇവരറിയപ്പെടുന്നത്. അപ്പോ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോഴാണ് ഓക്സിറ്റോസിൻ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുക. 3ാമത്തെ ഹാപ്പി ഹോർമോൺ ആണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. മൂഡ് സ്റ്റെബിലൈസർ ആണ്.
നമ്മൾ പ്രകൃതിയുമായി കിടന്ന് ചേർന്ന് നടക്കുന്ന സമയത്ത്, സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത്, നാച്ചുറുമായി കണക്ട് ചെയ്യുന്ന സമയത്ത്, എക്സർസൈസ് ചെയ്യുന്ന സമയത്ത്, സുംബ ചെയ്യുന്ന സമയത്ത്, ഇത്തരത്തിൽ യോഗ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മൂഡ് സ്റ്റെബിലൈസർ സെറട്ടോണിൻ ആണ്. ഇത് ഹാപ്പി ഹോർമോൺസിൽ മൂന്നാമത്തതാണ്. നാലാമത്തത് ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. ഇതിനെ പെയിൻ കില്ലർ എന്ന് വിളിക്കാം. ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുന്ന സമയത്ത്, ലാഫിങ്, ഈറ്റിംഗ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ജിമ്മുകളിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇത് എൻഡോർഫിൻ ആണ്. അപ്പൊ ഈ 4 ഹോർമോൺസുകളുടെ ഉത്പാദനത്തിലൂടെയാണ് ഒരു മനുഷ്യൻ ഹാപ്പി ആയി ഇരിക്കുക എന്നുള്ളത്. പിന്നെ ഒരു മനുഷ്യൻ എങ്ങനെ ഹാപ്പി സക്സസ്ഫുൾ ആവും? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരോട് ഇരിക്കുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോടാവാം, ഇഷ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനോടാവാം, ഇഷ്ടപ്പെട്ട ആളുകളോട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തോന്നും, ഇല്ലേ? നിങ്ങൾക്കൊരു നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നും. ഇങ്ങനെ പറയാറുണ്ട്, ഒരു ദിവസം സന്തോഷം വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങാം. ഒന്ന് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിട്ട് എഴുന്നേറ്റ് നമുക്ക് നല്ല സന്തോഷം കിട്ടും. ഒരു മണിക്കൂർ സന്തോഷം വേണമെങ്കിൽ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാം. അപ്പൊ നന്നായിട്ട് 1 മണിക്കൂർ കിടന്നുറങ്ങിയാൽ നമുക്ക് നല്ല സന്തോഷം കിട്ടും. ഒരു ദിവസം സന്തോഷം വേണമെങ്കിൽ ഒരു പിക്നിക്ക് പോവാം. ഒരു പിക്നിക്കിന് പോയാൽ ഒരു ദിവസം നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെ? ഇനി ഒരു ആഴ്ച നിങ്ങൾക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹോളിഡേ ട്രിപ്പിന് പോവാം. ഒരു ഹോളിഡേ ട്രിപ്പിന് പോയാൽ അടിച്ചു പൊളിച്ച് ഒരാഴ്ച അടിച്ചു പൊളിച്ചിട്ട് വരാം, നിങ്ങൾക്ക് സന്തോഷം കിട്ടും. പക്ഷെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി, നിങ്ങൾ ഇഷ്ടപ്പെട്ട്, നിങ്ങൾ സ്നേഹിച്ചെടുത്ത നിങ്ങളുടെ പ്രൊഫഷനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം കിട്ടുക. ലവ് വാട്ട് യു ഡു, ഡു വാട്ട് യു ലവ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട പ്രൊഫഷനെ നെഞ്ചോട് ചേർത്ത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. നിങ്ങൾക്ക് 5 ദിവസം നിങ്ങൾ റെഗുലർ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടും. നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ വ്യത്യാസം വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കൂടും. അപ്പൊ ഇതൊക്കെയാണ് ആളുകളെ കൂടുതൽ സന്തോഷമാക്കുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്കറിയാം, നല്ല ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങണം, നേരത്തെ ഉറങ്ങേക്കണം. എല്ലാ പക്ഷികളും എല്ലാ മൃഗങ്ങളും നേരത്തെ ഉറങ്ങുകയും അതിരാവിലെ എഴുന്നേൽക്കുന്നതുമാണ്. അപ്പൊ നമ്മൾ നല്ല സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ നന്നായിട്ട് നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഒരിക്കലും നമ്മൾ പണക്കാരനായിട്ട് അസുഖമുള്ള ഒരു വ്യക്തിയാവുന്നതിനേക്കാൾ നല്ലതല്ലേ പാവപ്പെട്ടനായിരുന്നാലും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സന്തോഷമാണെന്ന് മനസ്സിലാക്കുക. ആ സന്തോഷം നേടി തരുന്നതിന് വേണ്ടി ഈ ബയോട്ടോറിയവും ഫാമിലിയും കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യവും എമോഷണലും സ്പിരിച്വലുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട്, ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ചുകൊണ്ട്, റെഗുലർ എക്സസൈസ് കൊണ്ട്, ആൽക്കഹോളോ അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളിൽ മോശശീലങ്ങൾ വിട്ടതുകൊണ്ട് 100% ആരോഗ്യത്തോടുകൂടി ഒരു മികച്ച വ്യക്തിയായി തീരുക. ഒരു ആരോഗ്യമുള്ള രാഷ്ട്രം, ഒരു സമ്പന്നമായ രാഷ്ട്രം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയാണ്. അപ്പൊ നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് ഒരു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാം. അതിലൂടെ ഒരു മികച്ച രാഷ്ട്രം രക്ഷപ്പെടുത്താം. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ബെറ്റർ ഫാമിലി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷനോട് അവസാനിപ്പിക്കുന്നു. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു സർ. താങ്ക് യു വിനോദ് സാറേ, താങ്ക് യു സോ മച്ച്. എന്താ പറയാ എന്ന് എനിക്കറിയില്ല. ഈ സൂമിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വളരെ വാല്യുബിൾ ആയിട്ടുള്ള വാക്കുകളാണ് സാറ് ഈ രാവിലത്തെ സെഷനിൽ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും തന്നെ, ഇന്ന് സൂം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും സമയത്തിന് മുൻപേ ഓടുന്നത് കൊണ്ട് നമ്മുടേതായ കാര്യങ്ങളെല്ലാം പിന്നത്തോട്ട് മാറ്റിവെക്കുന്നു. സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ വലിയ സമ്പത്ത്. നമ്മളുടെ കമ്പനി തരുന്ന നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് യഥാവിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ എത്രത്തോളം മാറ്റം വരുന്നു ഇന്ന് സാറ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ എല്ലാവരും കൂടി ഒരു റിക്വസ്റ്റും കൂടി വെക്കണം. നമ്മുടെ കമ്പനി കൈ നിറയെ വാരിക്കോരി നമുക്ക് നമ്മുടെ അക്കൗണ്ട് നിറയെ ക്യാഷ് തരുമ്പോൾ 160 കോടി രൂപയോളം നമുക്ക് ഒരു അക്കൗണ്ടിൽ തരുമ്പോൾ നമ്മ ഒരുപാട് ക്യാഷ് നമുക്ക് കിട്ടുമ്പോൾ സമയത്തിന് മുൻപേ ഓടുന്നത് കൊണ്ടാണ് കിട്ടുന്നത്. എങ്കിലും നമുക്ക് ആരോഗ്യമാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു സുപ്രഭാതം എല്ലാ ദിവസത്തേക്കാളും വളരെ മനോഹരമായിട്ടിരിക്കട്ടെ എന്ന് ഒന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവരും ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക.
ഹാപ്പി മോർണിംഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സൂം വൈൻഡപ്പ് ചെയ്യാണ്.